ശബരിമല അയ്യപ്പനെ തൊഴുത് പത്തനംതിട്ടയിൽ പ്രചാരണത്തിലേക്ക് ഇറങ്ങിയ എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി. പന്തളം വലിയ കോയിക്കൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് അദ്ദേഹം പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ശബരിമല ക്ഷേത്രം പത്തനംതിട്ട മണ്ഡലത്തിന് കീഴിൽ വന്നത് വലിയൊരു അനുഗ്രഹമായി തന്നെ കരുതുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. മാർച്ച് 5-ാം തീയതി രാവിലെ 9 മണിയോടെയാണ് അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര ദർശനത്തിന് പിന്നാലെയാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. പ്രചാരണത്തിന്റെ ഭാഗമായി പന്തളം SNDP യോഗം യൂണിയൻ ഓഫീസും അനിൽ സന്ദർശിച്ചു. യൂണിയൻ സെക്രട്ടറി ഡോക്ടർ AV ആനന്ദരാജ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മാർത്തോമ സഭയുടെ അധ്യക്ഷനെയും അദ്ദേഹം സന്ദർശിച്ചു. ഇക്കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗിക പ്രചാരണത്തിന് അനിൽ പത്തനംതിട്ട മണ്ഡലത്തിലെത്തിയത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വ്യക്തമായി അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന വിശ്വാസമുണ്ട് എന്നും മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി 300ഓളം ജനക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്നും എന്നാൽ അതൊന്നും കേരളത്തിൽ കാണാനില്ല എന്നും ജനങ്ങൾക്ക് ഫലപ്രദമായ രീതിയിൽ ഇതൊക്കെ നടത്താൻ ഇവിടെ ആരുമില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിനിടെ തന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നുണ്ടായ അസ്വാരസ്യങ്ങളൊന്നും താൻ കാര്യമുള്ളതായി കണക്കാക്കുന്നില്ല എന്നായിരുന്നു അനിൽ ആന്റണിയുടെ വാക്ക്. BJPയുടെ ശക്തരായ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് PC ജോർജ്. അദ്ദേഹത്തിന് തന്നോട് യാതൊരു പിണക്കവുമില്ല. BJPയുടെ ദേശീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടുകൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. PC ജോർജും മകൻ ഷോൺ ജോർജും താൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ NDA സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കും. പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെ ഇപ്പോൾ AK ആന്റണി വിശ്രമ ജീവിതം നയിക്കുകയാണ്. അദ്ദേഹത്തിന്റെയും എന്റെയും രാഷ്ട്രീയമൊക്കെ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിനോട് ബഹുമാനമുള്ള വ്യക്തിയാണ് താനെന്നുമായിരുന്നു അനിൽ ആന്റണിയുടെ വാക്കുകൾ. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടെ തൃശൂർ മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപി. കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണമാണ് പാർട്ടി നേതൃത്വവും അണികളുമൊക്കെ മുന്നോട്ട് വെക്കുന്നത്. UDFന് വേണ്ടി TN പ്രതാപനും LDFന് വേണ്ടി VS സുനിൽകുമാറും ഒക്കെ ഇറങ്ങുമ്പോൾ ത്രികോണ പോരാട്ടമായിരിക്കും തൃശൂരിലുണ്ടാകുക. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ആദ്യമായി തലസ്ഥാനത്തെത്തി രാജീവ് ചന്ദ്രശേഖറിന് ആവേശോജ്വലമായ സ്വീകരണമാണ് BJP പ്രവർത്തകർ തലസ്ഥാനത്ത് ഒരുക്കിയത്. ഇക്കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളത്തിലെ 12 സ്ഥാനാർത്ഥികളെയായിരുന്നു പ്രഖ്യാപിച്ചതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ വൻ വികസനമുണ്ടായെന്നാണ് തിരുവനന്തപുരം BJP ലോക്സഭാ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. വൻകിട നിക്ഷേപങ്ങൾ, തൊഴിലവസരങ്ങൾ, വിദ്യാഭ്യാസം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ പ്രകടമായിരിക്കുകയാണ്. 2014 മുൻപ് കോൺഗ്രസും CPM-ഉം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ചേർന്ന് ഇന്ത്യയുടെ തലകുനിയുന്ന സ്ഥിതിയിലെത്തിച്ചു. രാജ്യം കടുത്ത സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലെത്തി. എന്നാൽ മോദി സർക്കാരിന് കീഴിൽ ഇന്ത്യ ഇന്ന് എല്ലാ മേഖലകളിലും ശക്തമായി കഴിഞ്ഞു. ജനങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം തുറന്നു കാട്ടുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. രാജ്യത്ത് ഏറ്റവും ആദ്യം സാങ്കേതിക വിദ്യയുടെ വ്യാപനം പ്രതിഫലിച്ചത് കേരളത്തിലാണ്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്താണ്. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിലും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിലും കേരളം ഏറെ പിന്നോട്ട് പോയിരുന്നു. തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വാക്ക് തരുന്നു. മോദിയുടെ ഗ്യാരണ്ടി നടപ്പാക്കും. ദക്ഷിണേന്ത്യയിലെ മുൻനിര IT ഹബ്ബായ തിരുവനന്തപുരത്ത് മാറ്റുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.